ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്ത അറസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയാണ് അറസ്റ്റിലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ആദ്യത്തെ സ്ത്രീയുടെ ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഒരു ശങ്കർദാസ് ഒരു മെമ്പർക്ക് കൂടി ഈ ശബരിമല കൊള്ളയിൽ പങ്കുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? അത്തരത്തിൽ ശങ്കർദാസ് എന്ന് പറഞ്ഞാൽ ഒരു SP-യുടെ അച്ഛൻ അല്ലേ? അതെ. ഈ പറയുന്ന പത്മകുമാർ ഇരുന്ന സമയത്ത് CPIയുടെ ഭാഗത്തു നിന്നുള്ള ദേവസ്വം ബോർഡ് മെമ്പർ. അദ്ദേഹം ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് സ്ത്രീകളെ കയറ്റുന്നതിന് മനീതി സംഘത്തെ അവിടെ എത്തിച്ചത് അന്നത്തെ കോട്ടയം SP ആയിരുന്ന ഹരിശങ്കർ. ഹരിശങ്കർ ആയിരുന്നു അതിന് താല്പര്യമെടുത്തിരുന്നത്. ഹരിശങ്കർ അതിനകത്ത് ഇടപെട്ടിരുന്നു. ശങ്കരദാസിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. അപ്പോൾ ഹരിശങ്കറിന് ശങ്കരദാസ് അച്ഛനാണ്, അതിനെക്കാട്ടി വേണ്ടപ്പെട്ട ആൾ പിണറായി അങ്കിള് അല്ലെങ്കിൽ വാസു അങ്കിൾ എന്നൊക്കെ പറയുന്നു. അപ്പം ഇതിനകത്ത് പത്മകുമാറിന് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് CPM സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നിട്ടുള്ള പത്മകുമാർ അതിനെ എതിർക്കുകയും ഒരുപക്ഷെ ആ എതിർപ്പ് പിണറായി വിജയന് പത്മകുമാറിനോട് അതുവരെ ഉണ്ടായിരുന്ന അടുപ്പത്തിന് അല്ലെങ്കിൽ അതിന് ഒരു വിഘ്നമുണ്ടാക്കുന്നതിന്, പിന്നെ അതേ അടുപ്പം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പാർട്ടി നിലപാടിന് എതിരെ നിന്ന പത്മകുമാറിന് പിന്നെ വേണ്ടപ്പെട്ട ഒരു പരിഗണന പാർട്ടിക്കകത്ത് നിന്ന് ഒരു പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പത്മകുമാർ ഒതുക്കപ്പെട്ടിരുന്നു. ഇപ്പം പത്മകുമാർ നടപടിക്ക് വിധേയനാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോലും ഇല്ല. പക്ഷേ പത്മകുമാർ ഇതിനകത്ത് ഇല്ലെന്നുള്ളതല്ല പറയുന്നത്. ഇതിനകത്തൊരു ഗ്യാങ് വാർ നടന്നിട്ടുണ്ട്. വാസു ആരുടെ ഭാഗം നിന്ന് കളിച്ചു എന്നറിയത്തില്ല. പപ്പൻ പ്രസിഡൻ്റായിട്ട് ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വരുന്നത് വരെ പപ്പന് അത്രയും പ്രഷറില്ലായിരുന്നു. അതിനുശേഷം പപ്പൻ്റെ പുറത്ത് ഒരജ്ഞാതൻ്റെ പ്രഷർ, അതായത് അജ്ഞാതൻ എന്ന് പറയുമ്പോൾ ഈ പപ്പനെ അങ്ങനെ വിടണ്ട, പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ട് പപ്പൻ നിന്നു, പപ്പനെ അങ്ങനെ കയറൂരി വിടണ്ട, നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോ. അതിനകത്ത് CPIയുടെ മെമ്പർ ശങ്കരദാസിനെയും അന്നത്തെ കമ്മീഷനായിട്ടുള്ള പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, പാർട്ടി വിശ്വസിച്ച് പല പോസ്റ്റുകളും ഏൽപ്പിച്ചിരുന്നു. ഇപ്പോൾ അകത്ത് കിടക്കുന്ന വാസുവിന് ജുഡീഷ്യൽ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, വാസുവിനെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ വിഷയത്തിനകത്തും ഇതുവരെ നമുക്കറിയാൻ വയ്യ. പപ്പനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ ഇതിനകത്ത് ഏറ്റവും വലിയ ക്ലെയിമിൽ അല്ലെങ്കിൽ ചെമ്പ് പാളി ആയിരുന്നു എന്ന് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതണം, അങ്ങനെ നിഷ്കർഷിക്കണം, അതിൻ്റെ പുറകിൽ അങ്ങനെ മതി എന്ന് വളരെ നിർബന്ധം പിടിച്ച ആളായിട്ടാണ് വാസുവിനെ ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വായിൽ നിന്നും അവരുടെ വാസുവിൻ്റെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് ഇങ്ങനെയായിരുന്നുള്ള പറച്ചിൽ നിന്ന് മനസ്സിലാവുന്നു. ഇതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആൾ തിരിച്ചു കുറേ സ്വർണ്ണമുണ്ട്, ആ സ്വർണം ഞാൻ ഒരു പാവം പിടിച്ച ഒരു സ്ത്രീക്ക് വീട് കൊടുക്കാൻ ചോദിച്ചു വാസുവിനോട് ചോദിക്കുന്നു. ഇമെയിൽ തെളിവാണ്. അതിന് വാസുവിൻ്റെ താല്പര്യം അനുസരിച്ച് അനുവാദം കൊടുക്കുന്നു. വാസുവിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് ചിലരെയൊക്കെ സഹായിക്കുന്നതിനും ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കൃത്യമായ തെളിവ്, ചില താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള ഈ തിരിമറികൾക്ക് കൃത്യമായ ഡയറക്ഷൻ അയാൾക്ക് ഒക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഇതിനകത്തൊരു ലാഭം ഉണ്ടാവണമല്ലോ. വാസുവിനെ പഠിക്കുമ്പോൾ വാസുവിന് ഈ സാമ്പത്തിക ലാഭം പ്രത്യക്ഷത്തില്ല. ഇനി നിഗൂഢമായിട്ടുണ്ടോ, നമ്മൾ തുറന്നു നോക്കുമ്പോഴേ ചില അറിയത്തുള്ളൂ. അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി വാസുവിന് നോ പറയാൻ പറ്റാത്ത ആർക്കൊക്കെയോ വേണ്ടി വാസു അവിടെ വളരെ കൃത്യമായിട്ടൊരു ഇടപെടിയിലും അല്ലെങ്കിൽ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കലും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് അയാൾ എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് അയാൾ എത്രത്തോളം പ്രഷർ ചെലുത്തിയാണ് ഈ മൂരിബാബുവിനെയും സംഘത്തെയും ഇതിനകത്ത് നിർത്തി. അതുകൊണ്ടാണ് മൂരിബാബു കയറുന്നതിന് മുമ്പേ വാസുവിനിട്ടൊന്ന് പണിഞ്ഞിട്ട് പോയത്. വാസുവിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഞാൻ അകത്തിയെന്ന് പറഞ്ഞോളാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല വാസു എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഏതായാലും ഒരു പെരുങ്കള്ളിയും കൂടെ ഇതിനകത്ത് ഇപ്പം അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സ്ത്രീ പ്രാതിനിധ്യക്കുറവൊന്നും ഇനി ആരും പറയേണ്ടതില്ല. സ്ത്രീക്ക് എല്ലാ മേഖലയിലും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ശബരിമല കൊള്ളയിലും വേണ്ട പ്രാതിനിധ്യം കിട്ടുന്നുണ്ട്. ഇവരെ CPM വാക്ക് പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവരെ പറഞ്ഞു, എനിക്ക് ദേഹത്ത് വേദനയുണ്ട്, മുട്ടവേദനയുണ്ട്, മയക്കം വരുന്നുണ്ട്, ശബരിമല കൊള്ള ഓർക്കുമ്പോൾ തലകറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി പറഞ്ഞ് തലകറങ്ങുന്നതൊക്കെ കൊള്ളാം, സുപ്രീം താഴെ ചെന്നിട്ട് നിങ്ങൾക്ക് യോഗ്യമായിട്ടുള്ള കോടതി പറയുമ്പോൾ സെക്ഷൻസിൽ പറഞ്ഞ് ഞങ്ങൾ തലകറക്കക്കാരെ മൊത്തം പിടിച്ചുകൊണ്ടിരിക്കുക, എന്തായി തലകറക്കത്തിന് കാരണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്നാട്ട്
അവിടെ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ. ഉം. നമ്മൾ ഈ പറയുന്ന തലകറക്കവും മുട്ടുവേനയൊക്കെ നേരത്തെ ഈ അറസ്റ്റ് ചെയ്തവന്മാരെല്ലാം പറഞ്ഞത്, വാസുവും പറഞ്ഞതാണ് എനിക്ക് അവകാശം വേണമെന്ന്. ജയിലിൽ വെച്ചിട്ടാണെങ്കിലും ആ, ട്രീറ്റ്മെന്റ് എല്ലാ സംവിധാനവും ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് നല്ല ഭക്ഷണം എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും നിന്നാട്ടെന്ന് പറഞ്ഞപ്പം അറസ്റ്റ് ഉടനെ നടക്കും. സെക്ഷൻസ് കോടതി തള്ളി. ഈ കോടതി ഇടപെട്ടിരിക്കുന്ന കേസായാലും ഇതിൻ്റെ വലിപ്പവും ഒക്കെ നമുക്കറിയാമല്ലോ. കാരണം അതിനകത്തുനിന്ന് ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അറസ്റ്റ് മുൻകൂർ ജാമ്യം ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നെങ്കിൽ, അതിന് സാധിക്കുമായിരുന്നെങ്കിൽ വാസുവൊക്കെ എപ്പോഴും മുൻകൂർ ജാമ്യത്തിന് പോകാൻ. മൂരിബാബു മോശമായിരുന്നല്ലോ, അല്ലല്ലോ, ആരും മോശമല്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ ഇവർക്കൊക്കെ വിദേശ ബന്ധങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ബന്ധങ്ങൾ, കടൽ കടത്തുന്ന വലിയ വലിയ കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അവസാനം വരുന്നത്, നമ്മൾ ഇനിയും ഏറ്റവും പവിത്രമായിട്ടിരിക്കുന്ന ചിലർക്ക് ചിലപ്പം അറസ്റ്റിലേക്ക് പോകുമെന്നൊന്നും അറിയത്തില്ല. കാരണം കീഴിൽ ഇന്നാറ വരച്ചിട്ടുണ്ടല്ലോ, ഈ തന്ത്രിയും മന്ത്രിയും കുന്ത്രിയും ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ വരുമോയെന്നറിയത്തില്ല. ഏതായാലും പത്മകുമാറിന് ദേഹാസ്വാസ്ഥ്യവും വേണ്ടപ്പെട്ടവരുടെ മരണവും ഒക്കെ ഉണ്ട്. അതൊന്നും അന്വേഷണ ഏജൻസി പരിഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും. അദ്ദേഹം അതോടുകൂടി ഒരുപക്ഷെ ഈ അറസ്റ്റുകളോടൊക്കെ കൂടി പത്മനൊന്നും ഇനിയും CPM അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കാണത്തില്ല. അതിനകത്ത് വലിപ്പത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് മന്ത്രിയോ MPയോ MLAയോ മുൻ മന്ത്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഈ പെരുങ്കള്ളിയും കൂടി അകത്ത് പോകുമ്പോൾ നല്ലതുപോലെ ഒന്ന് കുടഞ്ഞാൽ, പെരുങ്കള്ളി എന്തിന് മിനിറ്റ്സ് ഇരുത്തി എന്നുള്ള കാര്യം ബാക്കി ആണുങ്ങൾ പറയുന്നതിനെക്കാട്ടി പെട്ടെന്ന് ഒരുപക്ഷെ സ്ത്രീ പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ പറയാതെ ഇരിക്കാം. കാരണം രണ്ട് തരത്തിൽ സ്ത്രീകൾക്ക് പെരുമാറാം. കാരണം സ്ത്രീകളെ നമ്മൾ ആണുങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റത്തില്ല. അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ വരട്ടെ. ഏതായാലും അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ പോകുന്നു. പലയിടത്തും കുലുക്കം സംഭവിക്കുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരത്തും ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഭീതിയും ഒക്കെ ഉണ്ടാകുന്നു. കാരണം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ശബരിമല കൊള്ളയുടെ ആഘാതം പത്മൻ്റെ അറസ്റ്റും അല്ലെങ്കിൽ വാസുവിൻ്റെ അറസ്റ്റും ഒക്കെ CPM ബാധിക്കുമോ എന്നുള്ള ഒരു ഭയം എല്ലായിടത്തും വരുന്നുണ്ട്. ഏതായാലും ഇതുവരെയുള്ള നീക്കങ്ങളും അറസ്റ്റുകളും ഒക്കെ CPM ഗുണമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവും. ഈ പറയുന്നത് പോലെ ഇതിനകത്ത് ഈ ശങ്കർദാസ് എന്ന് പറയുന്ന ആളുടെ അവസാന അഭിലാഷം എന്ന് പറയുന്നത് CPM ചേക്കേറുകയായിരുന്നു എന്ന് പറയുന്നത്. ഒരു പക്ഷേ പിണറായി അങ്കിളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനായിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പിണറായി അങ്കിള് വെട്ടിക്കഴിഞ്ഞാലുള്ള പേര് ഇതിലൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. അപ്പോൾ പല കേസുകളും ആരോപണങ്ങളിലും ഒക്കെ ഇത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. എന്ത് മനസ്സിലായി? അതായത് പിണറായി അങ്കിള് എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ അങ്കിള് വെട്ടിക്കഴിഞ്ഞാലുള്ള പേരുണ്ടല്ലോ, പിണറായി, ആ പേര് ഇതിനകത്തും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമോ? അതായത് പത്മകുമാറിനും അറിയാവുന്നത്, വാസുവിന് അറിയാവുന്നത്, അങ്ങനെ എല്ലാവരുടെയും ഹെഡ്. ഇപ്പോൾ ഈ പറയുന്ന പത്മകുമാറിനേക്കാൾ കടത്തിവെട്ടി നീ വാസു പണിയെടുത്തോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും, അതിന് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിലും CPM ആ ഒരു പേരിനെ മറികടന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാത്തിനും പുള്ളി പേര് കേൾക്കുന്നത്, അറിഞ്ഞോ അറിയാതെയുള്ളതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വരട്ടെ, ആ പേരിലേക്ക് വരട്ടെ. അതുണ്ടെങ്കിൽ വെളിയിൽ വരട്ടെ. ആരായാലും ഈ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഇതൊരു വലിയ വൈകാരിക വിഷയമല്ലേ, അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ വരട്ടെ. പിന്നെ ഈ പ്രജിത ചോദിച്ചല്ലോ, ആ പേരിനെ മറികടന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ആ പേരിനെ മറികടന്ന് ചെയ്തുകൊണ്ടാണോ ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടായതെന്ന് പറയാൻ പറ്റത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.